നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 7-ാം തീയതി 1201 ആണ്ട് തുലാമാസം 21-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത് തന്നെ രോഹിണി നക്ഷത്രമാണ്. അന്ന് രോഹിണി നക്ഷത്രം വെള്ളിയാഴ്ച. വെള്ളി എന്ന് പറയുമ്പോൾ ശുക്രവാരം, ശുക്രൻ്റെ ദിവസമാണ്. ദിവസങ്ങളിൽ ഏറ്റവും സന്തോഷത്തെ തരുന്ന ദിവസമാണ് ശുക്രൻ്റെ ദിവസം. ശുക്രവാരം, ശുക്രൻ്റെ ദിവസം. അതുപോലെ ഇന്നത്തെ നക്ഷത്രവും നല്ല നക്ഷത്രമാണ്, രോഹിണി നക്ഷത്രം. വളരെ സന്തോഷപ്രദമായ അവസ്ഥയെ പ്രദാനം ചെയ്യുന്ന ദിവസമാണ്, ഐശ്വര്യപ്രദമായ ദിവസമാണ്, വളരെ നേട്ടഭാവത്തെ കൊടുക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും അത് വിജയ സാധ്യതയുണ്ടാകുന്ന ദിവസമാണ്. നമുക്ക് പേടിക്കേണ്ട ഒരു ദിവസമല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇറങ്ങാം. പക്ഷേ തുലാമാസത്തിലെ രോഹിണി നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് നമ്മൾ ബർത്ത്ഡേക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. ബർത്ത്ഡേയിലൂടെ വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. അപ്പോൾ ഒരു വർഷം നമ്മൾ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് രോഹിണി നക്ഷത്രക്കാർക്ക്. സാമ്പത്തിക പുരോഗതി, കല്യാണം നടക്കാത്തവർക്ക് വിവാഹം, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടത്തി കൊടുക്കുക. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലായി നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്നിച്ചു പോകാൻ ഇടവരിക. ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തുമായി നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാൻ ഇടവരിക. ഭാര്യയ്ക്കും ഭർത്താവിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ ഇടവരിക. ഭർത്താവ് വിദേശത്തും ഭാര്യ സ്വദേശത്തുമായി നിൽക്കുന്നവർക്ക് നിങ്ങൾക്ക് ഒന്നിച്ച് പോകാൻ ഇടവരിക. ഇങ്ങനെ ഒരു കുടുംബത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ വളരെ ഐക്യത്തോടു കൂടി പോകാൻ ഇടവരുന്ന ഒരു വർഷമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോണേ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നവർക്ക്, ഭാര്യ കൂടെ ഇല്ലാതെ നിൽക്കുന്നവർക്ക് കൂടെ നിർത്താനും വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്നറിയുക. അതുകൊണ്ട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങണം. അത് വിജയത്തിലേക്ക് പോകും. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് നല്ല ദിവസമാണ് എന്ന് പറഞ്ഞു. നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഇന്ന് രാവുകാല സമയം വരുന്നത് 11 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. 10:41 തൊട്ട് ആരംഭിക്കും. 12 മണിക്ക് തീരൂല, 12:08 തീരുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് രാവുകാല സമയം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. അതുപോലെ ഒരു ശുഭകാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത, നല്ല ദിവസമാണെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. അത് ഗുളികൻ്റെ ബന്ധം പറഞ്ഞ സമയം 7:47 തൊട്ട് 9:14 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3 മണി 2 തൊട്ട് 4:29 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് 11:44 തൊട്ട് 12:32 വരെ. ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും എടുക്കാം. നമുക്ക് മറ്റ് മുഹൂർത്തങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ഈ മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിൽ ചുവപ്പ് കളറോ ചുവപ്പ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയ്ക്ക് ഇടവരുത്തും. ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.